കൊടും ചൂടിൽ വലയുകയാണ് ജനം. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്കാണ് സൂര്യാതപമേറ്റത്. കൊല്ലം കുന്നിക്കോട് വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റ് എന്നാണ് സംശയം. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഗർഭിണികളും പകൽ സമയം സേഫ് ലോക്ക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കനത്ത ചൂട് കാരണം വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. പാലക്കാട് 40-ഉം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് 3-ഉം ഇടുക്കിയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലും സൂര്യാതപം റിപ്പോർട്ട് ചെയ്തു. കൊല്ലം കുന്നിക്കോട് വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റെന്നാണ് സംശയം. 84 വയസ്സുള്ള ബേബിയെയാണ് വീടിന് സമീപമുള്ള കൃഷിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കനത്ത ചൂടിൽ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ലോക്ക്ഡൌണിന്റെ മാനസികാവസ്ഥയോട് കൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. മൂന്നാറിൽ അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിലെത്തി. സൂചിക 8-ലെത്തിയതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. പുറത്തിറങ്ങുമ്പോൾ തലയും ശരീരവും മറയ്ക്കണമെന്നാണ് നിർദ്ദേശം. വെരി ഹൈ അലേർട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഏൽക്കുന്നത് നമ്മുടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാകുമെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച് നമ്മൾ പത്രക്കുറിപ്പ് നൽകുന്നുണ്ട്. കൊടും ചൂട് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ചൂടിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ രൂപം നൽകി. വെള്ളം, ORS എന്നിവയും സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയും പൊതുവിടങ്ങളിൽ ഒരുക്കും. ട്രാഫിക് സിഗ്നൽ സമയദൈർഘ്യം കുറയ്ക്കാൻ പോലീസ് ട്രാഫിക് അധികാരികളുടെ അഭിപ്രായം തേടി നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടേഴ്സിന് നിർദ്ദേശം നൽകി. അതേസമയം സംസ്ഥാനത്ത് 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.